സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചക്കത്തോരനാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ചക്കത്തോരന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഉപ്പ്, തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. മഞ്ഞപ്പൊടി എന്നൊരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടുണ്ടാകും. തേങ്ങയിലേക്ക് ഒരു അരമുറി തേങ്ങ ഉണ്ട്, ചക്ക, കറിവേപ്പില, ഇതിനകത്തുണ്ടായിരുന്നത് കൊച്ചുള്ളിയുണ്ട്. കൊച്ചുള്ളി എന്ന് പറഞ്ഞാൽ ഒരു 2-3 കൊച്ചുള്ളിയുണ്ട്, ഒരു 5-8 കാന്താരി മുളകുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയുണ്ട്. കൊച്ചുള്ളി ഒരു 2 കൊച്ചുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത്, കടുക് പൊട്ടിക്കും വിടാൻ, കുറച്ച് കടുകും എണ്ണയും. ഇത്രയും മാത്രമാണ് നമ്മുടെ ചക്കത്തോരന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കിടന്നേക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിന് ചൂടാവുന്ന നമുക്ക് വെയിറ്റ് ചെയ്യും. പാൻ നമുക്ക് ചൂടായി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ കഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം 2.5 ടീസ്പൂണോളം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് കടുക് ഇടും. ഒരു 1/2 ടീസ്പൂണോളം കടുക് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൊച്ചുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 കൊച്ചുള്ളി കുഞ്ഞായി അരി വെച്ചേക്കുന്നതാണ്. അത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് 2-3 കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര വാടിയാൽ മതി. നമുക്ക് അതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ചേർക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടി വന്നാലും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കണം. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു അരമുറി തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടിയാണ് ഇത്. അത് നമുക്ക് ഈ മിക്സി ജാറിലേക്ക് തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 5-8 കാന്താരി മുളകും 5-6 കൊച്ചുള്ളിയും 5-6 വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. ഇത് 5-6 മിനിറ്റ് ആയി. നമുക്കൊന്ന് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് അടി പിടിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ഈ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചു വെച്ചാൽ ഈ അരപ്പൊടി ഇട്ട് കൊടുക്കും. അരപ്പൊടി നമ്മൾ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടെ വേവിക്കാം. അപ്പോൾ ചക്ക കറക്റ്റായിട്ട് ചെന്ന് പോകും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പ് അതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് 2-3 മിനിറ്റ് ആയി. നമുക്കിനി ഏകദേശം ഒന്ന് ചക്ക നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തീയിൽ കിടന്ന് നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് ആ ചക്കത്തോരൻ ആയോടെ തന്നെ അതിൻ്റെ ആ ഫ്ലെയിം ഓഫ് ചെയ്യും. ഈ ചക്കത്തോരൻ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്.
അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് ചക്കത്തോരൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.